ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ. ആക്ച്വലി ഞാൻ ഉണ്ടാക്കാൻ നിന്നതല്ല, ഇത് ഉണ്ടാക്കാൻ നിന്നത്. ആക്സിഡൻ്റലി ഞാൻ വന്ന് പെട്ടു, അങ്ങനെ പറയാലോ. അപ്പോൾ പിന്നെ വേറെന്തോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതാണ് ഉമ്മ. ഞാനതൊരു തട്ടിക്കൂട്ട് സാമ്പാറാക്കി. എങ്ങനെ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക. ഫ്രിഡ്ജിൽ കിട്ടാവുന്നവരൊക്കെ എടുത്തു. അങ്ങനെ ക്യാരറ്റ് വന്നു, ബീൻസ് വന്നു, അങ്ങനെ എന്തൊക്കെയോ വന്നു. ഇനി നമുക്ക് കുക്കറിൽ സ്ഥിരം പരിപ്പ് എന്ത് ചെയ്യുക, കുക്കറിലോട്ട് ഇടാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച എല്ലാ സാമ്പാർ കഷ്ണങ്ങളും ഇടാം. ഓക്കെ. പിന്നീട് നമ്മുടെ ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടി കുറച്ചേ ഉള്ളൂ തോന്നുന്നു, എന്നാലും ഉള്ളതൊക്കെ അതിന് തട്ടിയിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി സ്ഥിരം, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വാരിക്കോരി ഒഴിച്ചോ എന്നൊരു ഡൗട്ട് കിടക്കട്ടെ. പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സ്. നിൽക്ക് തക്കാളി മറന്നു. ഓക്കെ. ഇനി അത് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു വിസിൽ വരണ്ട, കാരണം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെള്ളത്തിലിട്ട പഞ്ഞി പോലെയാവും. അതുകൊണ്ട് ഞാൻ ഒരു വിസിൽ വരാൻ കാത്തുന്നില്ല, അതിന് മുന്നേ എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്കിതിലാണ് കലാപരിപാടി. ഇതുവരെ എല്ലാം കറക്റ്റായിരുന്നു, ഒക്കെ സ്മൂത്തായിട്ട് പോയിരുന്നു. ആ പുളിവെള്ളം ഒഴിച്ച് അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇത് രസമാണോ സാമ്പാറാണോ ഒന്നും അറിയുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ബി പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെയാണല്ലോ, എ പ്ലാൻ പാളിയാൽ ബി പ്ലാൻ എടുക്കും. ഉടനെ കുറച്ച് നാളികേരെടുത്ത് ചിരവി അതൊന്ന് വറുത്തെടുത്തു. അതിലേക്ക് കുറച്ച് ഉള്ളി, കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ടു. കുറച്ച് സാമ്പാർ പൊടിയും കൂടെ എടുത്ത് അതിലോട്ടിട്ടു. വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഇതൊക്കെ പാടെ ഒന്ന് വറുത്ത് വന്നപ്പോൾ നല്ല സ്മെല്ല്. അപ്പം എനിക്ക് തോന്നി ഫ്ലോപ്പായിട്ടില്ല. പിന്നെ അതെന്ത് ചെയ്തു, മിക്സിയിലിട്ട് അരച്ചെടുത്ത് സാമ്പാറിലിട്ട്. എന്ത് പറയാനാ, എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാറിന് ഒരു റോയൽ ലുക്ക്. സൂപ്പർ സാമ്പാർ. പിന്നെ ഒന്നും നോക്കിയില്ല, ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട്, കടുകല്ല ചെറിയ ഉള്ളിയിട്ട്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് കായം പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ അതിനെ റിച്ച് ലുക്കാക്കി. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് റോയൽ സാമ്പാർ റെഡി. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഇത് ഇങ്ങനെ മാത്രമേ വെക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.